ആ വള ഇപ്പോൾ തിരികെ ലഭിച്ചിരിക്കുകയാണ്. കേൾക്കുമ്പോൾ ഒരു അമ്പരപ്പ് തോന്നുന്നുണ്ടല്ലേ? ഞാനും അതേ ഷോക്കിലാണ്. എന്താണ് സംഭവിച്ചത് എന്ന് ഇവർ തന്നെ വിശദീകരിക്കും. അൻവർ സദത്തിനാണ് ആ സ്വർണ്ണവള ഇപ്പോൾ മരത്തിന് താഴെ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഈ ഹരിതയുടെ സ്വർണ്ണവളയായിരുന്നു അന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അൻവർ സാദത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ വള ലഭിക്കുന്നത്? എന്താണ് സംഭവം? യാദൃശികമായി മാങ്ങ പറിക്കുന്നതിനിടയിൽ ഒരു കാക്കക്കൂട് കാണുകയും അത് പിന്നെ പഴയ കൂടായതിൻ്റെ പേരിൽ ഞാൻ ഒഴിവാക്കുകയും അതിൻ്റെ നിന്ന് ഒരു വീണ സാധനത്തിനിടെ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്രതീക്ഷിതമായി അത് താഴെ വീണു. എൻ്റെ കുട്ടി മാങ്ങ മുറുക്കുന്നുണ്ടായിരുന്നു. അവളെ കയ്യിൽ ഞാൻ താഴെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു സ്വർണ്ണവള ഒരു വള കിട്ടിയിട്ടുണ്ട് ഉപ്പ എന്ന് പറഞ്ഞു. അത് ഞാൻ വള വാങ്ങി നോക്കുമ്പോൾ എനിക്ക് സ്വർണ്ണമാണെന്ന് തോന്നിയതിൻ്റെ പേരിൽ ഞാൻ പോക്കറ്റിലിട്ടു. വീട്ടിൽ ചെന്ന് പിന്നെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾ ചെക്ക് ചെയ്തപ്പോൾ അവൾ കേക്കൊക്കെ നോക്കുമ്പോൾ സ്വർണ്ണമാണ് എന്നൊരു സംശയത്തിൻ്റെ പേരിൽ അയൽവക്കത്തെ വീട്ടുകാരൊക്കെ നോക്കിയിട്ട് അവരെ ചെക്കിങ്ങിൽ അത് സ്വർണ്ണമാണെന്ന് ഒന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു ജ്വല്ലറിയിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ജ്വല്ലറി കൊണ്ടുപോയി അയാൾ സ്വർണ്ണമാണ് സ്ഥിരീകരിച്ച് തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് സൂക്ഷിച്ചു. പിന്നെ കിട്ടിയ ഏരിയയിൽ പരസ്യം ചെയ്തതിന് ശേഷം അത് നഷ്ടപ്പെട്ട ആൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ അതിൻ്റെ സമീപത്തുള്ള വായനശാലയിൽ ഏൽപ്പിക്കുകയും എന്നോട് ബന്ധപ്പെട്ട ബാബുരാജേട്ടനെ ഞാനതിൽ ആളാക്കി വിശ്വസനായിട്ട് വെച്ചിട്ട് ഞാനതിന് അന്വേഷണം നടത്തി. ഒരു 3 മാസമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പം അതിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടപ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്ക് കൊടുക്കാം ഭാഗ്യം ലഭിച്ചു. അതിന് തന്ന തുണച്ച ദൈവത്തിനും എടുക്കാൻ ഭാഗ്യം തന്ന് എൻ്റെ കൈയൂടെ അത് എടുത്ത് കൊടുക്കാൻ പറ്റിയ നമ്മൾക്ക് തുണയാക്കി നമ്മൾക്ക് കണ്ണിൻ്റെ മുതൽ ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിച്ച എൻ്റെ രക്ഷിതാക്കൾക്കും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ കടപ്പാട് രേഖപ്പെടുത്തും. ഈ ഹരിതയുടെ സ്വർണമാണ് ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത്. ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി പാവം അവരധ്വാനിച്ച ഒരു മുതലാണ് കാക്ക കൊത്തിക്കൊണ്ടുപോയെങ്കിലും അവരുടെ അധ്വാനത്തിൻ്റെ ഫലമെന്നോണം ഒരു വിശ്വാസിയായ ഒരു സഹോദരനത് കിട്ടുകയും അത് മാങ്ങ പറിക്കുന്നതിനിടയിൽ അത് താഴെ വീണ് അത് സ്വർണ്ണവളയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് ഇത്രയും സ്വർണത്തിൻ്റെ വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം കാണുന്ന ഒരു സൃഷ്ടാവ് ഇതെല്ലാം കാണുന്നുണ്ട് എന്ന ബോധ്യമുള്ള ദൈവബോധമുള്ള ഐസഹാഖ് എന്ന ആ സഹോദരൻ വായനശാലയിലേക്ക് കൊടുത്ത് അവിടെ ഒരു പരസ്യം വെക്കുകയും അതിൻ്റെ ഉടമയ്ക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തിയും സന്തോഷവും പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. അന്യൻ്റെ സ്വത്തുവകകൾ അപഹരിക്കാതെ സത്യസന്ധമായി ജീവിച്ച ഇസ്ഹാഖ് എന്ന ആ സഹോദരൻ ദൈവബോധവും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അവർക്ക് പറഞ്ഞു കൊടുത്ത നന്മയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആ സഹോദരനെ പ്രത്യേകം ആശംസിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.